അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ഒരു രൂപയും ആളുകൾ സാധാരണ പറയുന്നതാണ് അധ്വാനിച്ചിട്ടാണ് കാശുണ്ടാകുന്നതെന്ന് പറയും. അടിമകൾ അധ്വാനിച്ചത്രയും ആരും ചെയ്തിട്ടില്ല, ഒരു കാശുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ അടിമകളെ ജോലിക്കാരാക്കി മാറ്റുമ്പോഴാണ്, അത് സമരം ചെയ്തപ്പോഴാണ്, ആ സമരം ചെയ്തിട്ടുണ്ടായതാണ് നമ്മൾ ഈ പറയുന്ന ഈ എന്താണ് ബോണസ് എന്നും ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടായത്. അതുകൊണ്ട് ഇന്ന് നമ്മളീ പറയുന്ന തൊഴിലാളി എന്ന് പറയുന്ന മേഖലയിലുള്ള എല്ലാ സാധനവും ഈ എതിര് പിടിച്ച് സംഘടിച്ച് നിന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ തുച്ഛമായി എറിഞ്ഞു തന്ന സാധനമാണ് നമ്മൾ ഈ ഇപ്പം വലിയ സുഖകരമായ കാര്യമായിട്ട് വിചാരിക്കുന്നത്. ഇതൊന്നുമല്ല നമ്മളുണ്ടാക്കുന്ന ധനം എന്ന് പറയുന്നത്. നമ്മളുണ്ടാക്കുന്ന ധനം വളരെ വലുതാണ്. ആ ധനം നമുക്ക് തിരിച്ചു വരുന്നേ ഇല്ല, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്നില്ല. ഇപ്പം ഈ ഉണ്ടാകുന്ന സാധനം മുഴുവൻ ഈ നിലനിൽക്കുന്ന സ്ഥാപനത്തിനകത്തൂടെ അത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് മേലെ കീഴിരിക്കുന്നതാണ്. അത് പരിശോധിക്കാൻ മേലെ ഇരിക്കുന്നവന് ഒന്നും ചെയ്യുന്നില്ല, കൈക്കൂലി മാത്രം മേടിക്കുന്നതിനാണ് പരിശോധന. ഒരു പരിശോധന കൊണ്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് നമ്മൾ എത്ര സ്ക്വാഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാത്തിനകത്തും. ഓംബുഡ്സ്മാൻ വരെ അവസാനം ഇപ്പോൾ ഇതിന് മുഴുവൻ കാശ് പോകുന്നതാണ് നമ്മൾ ഈ കൊടുക്കുന്ന ടാക്സ്. ഈ ആൾക്കാർക്ക് ജീവിക്കാൻ നമ്മളിപ്പോൾ നമ്മളൊരു ഉദ്യോഗസ്ഥനായിട്ട് കയറിയിരുന്ന ആ കാശ് കിട്ടിയിട്ട് നമ്മളോട് ജീവിക്കുന്നതിനെ പറ്റിയല്ല ഞാനീ പറയുന്നത്, പക്ഷെ ആ സിസ്റ്റമാണ് ഈ പറയുന്നത്. അത് നമ്മുടെ ഇതിനകത്താണ്. ഈ പഞ്ചായത്ത് ഉണ്ടാക്കാൻ എന്തിനാണ് ശ്രമിച്ചതെന്നുള്ളത് ഇത് മറികടക്കാനാണ്. അത് ഉണ്ടാക്കിയെടുക്കേണ്ട പണി നമ്മുടേതാണ്. ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയപ്പോൾ വില്ലേജ് ഓഫീസും തഹസീൽദാരുടെ ഓഫീസും കളക്ടറേറ്റും ഇല്ലാതാകേണ്ടതുണ്ട്. കാരണം നമ്മൾ തിരഞ്ഞെടുക്കാത്ത, നമ്മൾ അക്കൗണ്ടബിൾ അല്ലാത്ത ആൾക്കാരാണ്. ഇനി എക്സ്പെർട്ട് നോളജ് ആയ ഒരാളായാലും അയാൾ അക്കൗണ്ടബിൾ ആകേണ്ടത്. ഇപ്പോൾ അക്കൗണ്ടാക്കാൻ മേലിൽ ഇരുന്നിട്ട് നിയന്ത്രിക്കുന്ന യുക്തിയാണുള്ളത്. അത് പഴയ സിസ്റ്റമാണ്, അതല്ല നമുക്ക് വേണ്ടത്. ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാരെ ഭരിക്കുന്നിടത്ത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലാതെ ജനാധിപത്യം അനുഭവിക്കുന്നില്ല. നമ്മൾ എലക്ട് ചെയ്ത് നമ്മളെടുക്കുന്ന ആൾക്കാർ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഇരിക്കുന്നത്. രാജാവിൻ്റെ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? വലിയ മുറി, വലിയ മേശ, വലിയ കസേര. എന്തിനാണ്? നമ്മളെ ചെറുതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീടിനകത്ത് നീ അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പറയുന്ന വീടിൻ്റെ ഡിസൈനിലാണ് അത് നിൽക്കുന്നത്. ആ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് മര്യാദയ്ക്ക് പരസ്പരം, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് മിണ്ടുന്ന പോലെ, ഞാൻ അധികാരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കേൾക്കത്തേ ഉള്ളൂ, മിണ്ടത്തില്ല. ആ മിണ്ടാൻ പറ്റുന്നവരാക്കി മാറ്റുന്നതിനാണ് നീ പണിയെടുക്കുന്നത്. അതുണ്ടാക്കാൻ പറ്റും നമുക്ക്. ലോകത്ത് ഇത്രയും നമ്മൾ ആ ലെവലിൽ പരിശോധിച്ചാൽ ഇത്രയും അധികം പത്രമൊക്കെ വായിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ഒക്കെ ഒരിക്കലും ഇല്ല. സാറ് ഉണ്ടാക്കിയതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ലേ സാറ്? അവർ കീഴടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവരുടെ രാജ്യത്ത് അവർ മാറ്റി. പക്ഷെ അത് അന്ന് സായിപ്പ് പഠിപ്പിച്ചെടുത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഞാൻ കളിയായിട്ട് പറയും, ഈ കറുത്ത കുട ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് അതും പിടിച്ച് ഇതുവരെ മാറി. മറ്റേ പുള്ളിയൊക്കെ ഉള്ള കുട എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളതാണെന്നാണ്, അല്ലാതെ ഇത് മാറ്റത്തില്ല. വക്കീലന്മാരൊക്കെ കറുത്ത വേഷമിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണണം. യുവർ ഓണർ എന്ന് പറയണം കോടതിയിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ. കൈക്കൂലി മാത്രമുള്ള സ്ഥാപനമാണ് ഈ കോടതി മുഴുവൻ. നിങ്ങൾക്കറിയാമോ കേസെല്ലാം എടുത്ത് കളയാൻ പറ്റുമെന്ന്? ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും അങ്ങനെ അല്ലെന്ന് വിചാരിക്കണ്ട. ഷോക്ക് അടിച്ചു പോയിട്ടുണ്ട് ഞാൻ. ഞങ്ങൾ ഈ ലൈംഗിക തൊഴിലാളി പ്രോത്സാഹനമായിട്ട് ചേർന്ന് സംഘടിപ്പിച്ച് റോഡിൽ നിൽക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് എന്നും കൊണ്ടുപോകും. അവരെ രക്ഷിക്കാനായിട്ട് ജാമ്യത്തിന് ആളെ നിർത്താൻ തുടങ്ങി. നമ്മൾ ഡോക്ടർമാരും എഞ്ചിനീയറും നമ്മൾ കൂട്ടുകാരാണ്, എല്ലാവരും നിന്ന്. ഒരു ദിവസം നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു പെണ്ണ് ദുബായിക്ക് പോയി കളഞ്ഞു. അപ്പോൾ ഈ കേസ് നിൽക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ബെറ്റർ, അവളങ്ങ് പോയി. അപ്പോൾ ഈ കേസ് ഇപ്പം എന്ത് ചെയ്യും? കാരണം ഇപ്പോൾ ഇവിടെ എന്താണ് ആരോഗ്യ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന ഡോക്ടർ ലാലാണ് ഒരാൾ. വേറെ ആൾ ഒരു കവിയുണ്ട്, ശാന്തൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ RCCയിലുള്ള. മറ്റൊന്ന് അവിടുത്തെ ഡോക്ടർ തന്നെയാണ്. ഇവരൊക്കെയാണ് നിൽക്കുന്നത്. 4 പേരാണ് നിന്നത്. പെണ്ണുപോയി. അപ്പോൾ എന്ത് പറ്റി? ഈ കേസ്. അപ്പോൾ ഈ പെണ്ണുങ്ങളെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ ചിലപ്പോൾ അവരൊക്കെ പോവും. അതേപോലെ തന്നെ നിങ്ങൾ ദിവസവും ജാമ്യം എടുത്താൽ എല്ലാ ദിവസവും ഒരു കേസെടുക്കും. ഞങ്ങൾക്ക് റോഡിൽ ഇറങ്ങി നിൽക്കാനേ പറ്റത്തില്ല.
നിങ്ങളെ ഞങ്ങളെ ഇങ്ങനെ രക്ഷിക്കണ്ട. അതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമതൊരു പറഞ്ഞെന്നറിയാം, സാറേ ഒരു 5000 രൂപ തരാം. അപ്പോൾ അത് ഒരു 95-ലാണ്. നമ്മൾ ഈ 5000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാശാണ് എനിക്കെന്ന്. എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ 5000 രൂപ സാറിന് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ സ്ത്രീകളുടെ നേതാവായ ഒരാളാണ്. അവർക്ക് കൊടുത്ത്. ഞാൻ പിന്നൊന്നും അറിഞ്ഞിട്ടില്ല. ആ കേസേ ഇല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിരുന്നത്. കേസെടുത്ത് കളഞ്ഞ്. അപ്പം ഇങ്ങനത്തെ നമ്മളതുവരെ കോടതി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ജാമ്യം നിർത്തിയൊക്കെ ഭയങ്കര നീതിബോധത്തോടൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് കേസെടുത്ത് കളയാൻ പറ്റുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ കോടതിയിലിരിക്കുന്ന ഈ ജയിലിൽ പോയി കിടക്കുന്നവരൊക്കെ പകരം കിടക്കുന്നവരാണ് കൂടുതൽ പേര്. അത് നിങ്ങളങ്ങനെ അറിയണം. ഇതൊന്നും കണ്ട് നമ്മളിത് കുഴഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ് അതിനകത്തേക്ക്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമായി ഈ മിണ്ടുന്നതൊക്കെ. അങ്ങനെ അങ്ങ് പറയാൻ പോലും സത്യത്തിൽ പറ്റാത്തതാണ് അതൊക്കെ. ജീവപര്യന്തം ശിക്ഷിച്ച ഞാൻ PM ആൻ്റണി, അയാൾ നാടകക്കാരനായിരുന്നു. അയാളെ ജയിലിൽ നിന്ന് അപ്പോൾ അയാൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് സോമരാജൻ കൊലക്കേസ് എന്ന് പറഞ്ഞ ആലപ്പുഴ ഉണ്ടായ കേസാണ്. ആ കേസിനകത്ത് ഇയാൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കേസുണ്ട്. ഇയാളുടെ പേരും കൂടെ പോലീസ് അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. 22 പ്രതികളാണ്. എല്ലാവരെയും ശിക്ഷിച്ച്. അപ്പോൾ ഇയാൾക്ക് ഒരു 6 മാസം ശിക്ഷ കിട്ടി. അപ്പോൾ ഹൈക്കോടതിയിൽ പോയി. കാരണം ഇയാൾ ഒരിക്കലും അതിനകത്ത് ഇല്ല. ആ സമയത്ത് നാടകം കളിക്കുകയായിരുന്നു. അപ്പോൾ അതിലില്ല. അതുകൊണ്ട് കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ എന്ത് പറ്റി? ഈ കേസ് എടുത്തിട്ട് അവരും 22 പേരും ജീവപര്യന്തം ശിക്ഷിച്ചു. അപ്പോൾ ഇത് പോയ കേസാണ്. 2.5 വർഷത്തോളം ഇയാൾ ജയിലിൽ കിടക്കുകയും പരോളിലിറങ്ങുകയൊക്കെ ചെയ്ത് ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു കേസിനകത്താണ് ഈ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാൽ മുഖ്യമന്ത്രിമാരെയും ഇവരെയൊക്കെ അപ്പോൾ മഹാമാരെ മുഴുവൻ. അപ്പോൾ അയാൾ എന്നെ കാണാൻ വന്നത് ഒപ്പിട്ട് മേടിക്കാനാണ്. ഞാൻ പറഞ്ഞ് ഞാൻ എങ്ങനെ ഒപ്പിടുന്ന വാങ്ങാനായിട്ടില്ല, ഞാൻ കൂടെ വന്ന് ഇയാളെ കൂടെ വന്ന് ഒപ്പിട മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അയ്യപ്പ പണിക്കർ, ഗുപ്തൻ നായർ തൊട്ടുള്ള മഹാമാരെ മുഴുവനുണ്ട്. 22 പേരെ സംഘടിപ്പിച്ച് AK ആൻ്റണിയാണ് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇതെല്ലാം വെച്ച്. അപ്പോൾ ഭാഗ്യത്തിന് ഇതിനിടയ്ക്ക് ഇയാളുടെ വിചാരണ മുഴുവൻ കേട്ട ഒരു വക്കീൽ, അന്ന് അയാൾ വക്കീലല്ല, ജഡ്ജി റിട്ടയർ ചെയ്ത് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അയാളുടെ മകനെ നമ്മൾ പരിചയപ്പെടുകയും അയാളെ കാണുകയൊക്കെ ചെയ്തതോടെ ഇയാൾ പറഞ്ഞ് ഞാൻ ഇയാളില്ലാത്തതാണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടുള്ളൊരു കേസാണ്. അതുകൊണ്ട് അയാൾ അങ്ങനത്തെ ഒരു കത്ത് ഇതൊക്കെ മുഴുവൻ കൊടുത്തു എല്ലാവരും. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കയറിയതേ ഇല്ല. ആൻ്റണിയുടെ മുറിയിൽ കയറാതെ ഈ മഹാന്മാരിരുന്നാൽ മതി എന്ന് തീരുമാനം ഞാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എന്നെ വിളിക്കുന്നത് അങ്ങോട്ട് ചെല്ലാന്ന്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആൻ്റണി പറഞ്ഞ ഇത്രയാണ്: ഈ ഇരിക്കുന്നവരെല്ലാം എൻ്റെ ഗുരുനാഥന്മാരാണ്, പക്ഷേ അവർക്കില്ലാത്തൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാനിവിടുത്തെ ചീഫ് മിനിസ്റ്ററാണ്. അത് കാരണം കൊണ്ട് നേരത്തെ ഇതുപോലുള്ള ഒരു കാര്യം, ഇപ്പോൾ 2.5 വർഷമാണ് ഇയാൾ ജയിലിൽ കിടന്നിട്ടുള്ളത്. ജീവപര്യന്തം ശിക്ഷിച്ച ഒരാളാണ്. ഇയാളെ ജയിലിൽ നിന്ന് വിടാൻ എനിക്ക് ഒരു പ്രീസിഡൻസ് ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഉത്തരവാദിത്വം വേറെ ഉണ്ട്, അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യില്ല. പക്ഷെ നേരത്തെ വേറെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഇതാണ് പറഞ്ഞത്. അപ്പം അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അത് കാരണം കൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്കും അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ, അപ്പോൾ എനിക്ക് കരുണാകരനെയൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ കരുണാകരനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഒരാഴ്ചക്കകത്ത് ഞാൻ ഇതിൻ്റെ തെളിവായിട്ട് വരും എന്ന് വെറുതെ പറഞ്ഞത്. സത്യത്തിൽ എനിക്കൊന്നും അറിഞ്ഞിട്ടേ പറഞ്ഞതല്ല. ഒരു മൂച്ചിന് ഇത്രയും പേരുമായിട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന്, അപ്പോൾ എല്ലാവരും എണ്ണീറ്റ് അവരുടെ വീട്ടിൽ അവർ പോയി. ഞാൻ അവിടെ ഇങ്ങനെ സെക്രട്ടറിയുടെ വാതിൽ നിന്നപ്പോൾ ഞാൻ ഈ ജയിലിലുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ സെക്രട്ടറിയെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൂജപ്പുരയായിരുന്നു. അപ്പോൾ അവിടെ പോയി. അയാൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ഇവിടുന്ന് ആരെങ്കിലും ഇങ്ങനെ നേരത്തെ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടുന്നൊന്നും വിട്ടിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ കണ്ണൂർ പോയൊന്ന് തിരക്ക്, ചിലപ്പോൾ വല്ലവരും വിട്ടിട്ടുണ്ടാകുമായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് തിരക്കുന്നത്.
അപ്പോൾ ഞാൻ അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലാതായിട്ടുണ്ട്, പക്ഷേ അപ്പോഴും തുടരുന്ന ഒരാളാണ്. ആളുകൾ എനിക്ക് മാത്രമേ അറിയാവൂ ഞാൻ വിട്ടു എന്ന്. അപ്പോൾ ഞാൻ അവിടുന്ന് ദേശാഭിമാനി വിളിച്ച് ചോദിച്ച് അവിടെ ജയിലിലെ വല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടോ പരിചയമുണ്ടോ, ഞാനൊരു കാര്യം തിരക്കാൻ വന്നാൽ അവർ സഹായിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞ് ഇങ്ങ് വന്നാൽ മതി. ഞാൻ അങ്ങോട്ട് ചെന്നു. രാത്രിയിലത്തെ ട്രെയിൻ നിങ്ങൾ ആലോചിക്കണം, ഞാൻ കണ്ണൂർ എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. കണ്ണൂർ എക്സ്പ്രസ് കയറി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ കണ്ണൂർ ഇറങ്ങി. അവിടെ പോയി കുളിച്ച് അവർ പറഞ്ഞ് ഒരു 9-10 മണിയാകുമ്പോഴത്തേനും അവർ വരും ഓഫീസർമാർ. അവിടെ പോയി അപ്പോൾ തിരക്കിയാൽ നമ്മുടെ പരിചയക്കാർ അവിടെ ഉണ്ട്, അവരോട് ചോദിച്ചാൽ വല്ല സഹായിക്കാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ഇതാണ്. 2.5 വർഷത്തിൽ കുറഞ്ഞ് ജീവപര്യന്തം ശിക്ഷിച്ച ആരെങ്കിലും വിട്ടിട്ടുണ്ടോ, ഇതിന് മുമ്പ് വിട്ടിട്ടുണ്ടോ, അങ്ങനത്തെ വല്ലവരും ഉണ്ടോ? അവർ പറഞ്ഞ് ഞങ്ങൾ നോക്കേണ്ടി വരും. മറ്റൊരു പറഞ്ഞ് അയാൾ പറഞ്ഞില്ല ഇവിടുന്ന് വിട്ടിട്ടില്ല എന്ന് പറയുന്നവരല്ലേ, ഞങ്ങളൊന്ന് നോക്കേണ്ടി വരും, നോക്കിച്ച് പറയാമെന്ന് പറഞ്ഞു. സഖാവ് പൊക്കോ, പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതി, 5 മണിക്ക് വന്നാൽ മതി. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഒരു 3 കടലാസ് കഷ്ണം, 1.5 വർഷം, 2 വർഷം, 3.5 വർഷം വിട്ട 3 പേരുടെ കടലാസ് കഷ്ണമാണ് എനിക്ക് തരുന്നത്. ഞാനിതിങ്ങനെ എടുത്തിങ്ങനെ ഞാനിത് ഈ ആവശ്യപ്പെടുമ്പോഴും സത്യത്തിൽ വിചാരിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും നമുക്കങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? ജീവപര്യന്തം ശിക്ഷിച്ച ആളിനെ വിട്ടുകളയുമെന്ന്. 3 പേരെ വിട്ട കടലാസാണ് എനിക്കുള്ളത്. അന്നത്തെ രാത്രി അതേ ട്രെയിൻ തിരിച്ച് തിരുവനന്തപുരത്ത് രാവിലെ അവിടെ ഇറങ്ങി. പിറ്റേ ദിവസം 10 മണിയായപ്പോൾ ഞാൻ കുളിച്ച് ഇവരൊരു പ്രതാപൻ എന്ന് പറഞ്ഞൊരു PA ആണ്, അയാളെ വിളിച്ച് പരിചയമുള്ളതുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ വന്നാൽ മതി, ഞാൻ മുഖ്യമന്ത്രിയെ കാണാനായിട്ട്. അവിടെ ചെന്ന് ഞാൻ ഈ 3 കടലാസ് ഞാൻ പറഞ്ഞ് ദേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു 10 മിനിറ്റാണ് ഈ AK ആൻ്റണി 2-3 വരിയുള്ള ഒരു ഇന്ന പ്രതി ഇന്ന ദിവസം ഇന്ന വിട്ടെന്നുള്ളതാണ്. ഇയാളിതിങ്ങനെ നോക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു കടലാസ് വരുമെന്ന്. അയാൾ പറയേ അപ്പോൾ അയാൾക്ക് എനിക്കും ഞാൻ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാത്ത ദിവസമായിരുന്നു അന്ന്. ഈ കടലാസ് കിട്ടുമ്പോൾ നമ്മളെന്തിനാണ് ഈ അഴിമതിയൊക്കെ ചെയ്യാതെ നമ്മളിങ്ങനെ ജീവിക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാതായിപ്പോയ ദിവസം. അയാൾ ഈ ആൻ്റണി ഇത് പറയുമ്പം നല്ല മൂച്ചോടെ എന്നോട് അന്ന് എത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പറയുമ്പം ഇത് ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ് അയാളത് പറയുന്നത്. കുറേ നേരം അയാൾ നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞ് ഞാൻ ആലോചിക്കട്ടെ, പഠിക്കട്ടെ എന്നൊക്കെ ഉള്ള കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമെന്ന് അവിടെ നിന്ന് പോകും. ഞാൻ 1 മാസം കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ പേപ്പർ നമ്മൾ ഫയൽ നീങ്ങുമല്ലോ, എൻ്റെ നമ്പറുണ്ട്. ഈ നമ്പരുമായിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞാൽ പിന്നെ പോയത്. അങ്ങനെ പോകേണ്ട അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരക്കുമ്പം ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. അപ്പം മാണിയാണ് ഇയാളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറി എഴുതിയിട്ട് മാണിയായിട്ട് ഭയങ്കര പ്രശ്നമായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നടക്കത്തില്ല, പിന്നെ ഞാൻ പോയിട്ട് ഇനി പറഞ്ഞ് വഷളാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ 5 മണിയായി. അപ്പോഴത്തേനും ഈ ഓഫീസൊക്കെ അങ്ങ് താമസിച്ച് പോയിട്ട് ആരുമില്ല ഓഫീസിനകത്ത്. അപ്പോൾ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ട് ചെന്നപ്പോൾ ഒരുത്താൾ ടൈപ്പ് ചെയ്യും. അതൊരു സിനിമ നിലവാരത്തിലുള്ളവരെണ്ണോ ഇത്. അയാളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ഫയലിന് ഇൻഫർമേഷൻ എടുത്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാനിതും കൊടുത്ത് അയാളിങ്ങനെ മേടിച്ച് നോക്കിയിട്ട് അയാളോട് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നു. അയാളിങ്ങനെ ടൈപ്പ് ചെയ്യാണ്. ടൈപ്പെല്ലാം ചെയ്തിട്ട് ആ കടലാസ് എനിക്ക് തരിക. ഓർഡർ ചെയ്തതാണ് PM ആൻ്റണിയെ. ഞാൻ അത് PM ആൻ്റണി എന്നല്ല, P37 എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ പ്രതിയെ വിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒത്തിരി പണിയെടുത്തിട്ട് എന്തെങ്കിലും ആയെന്ന് തോന്നിയ ഒരു പണി ആകണ്ട്. ഷോക്കിങ്ങായിട്ട് ഈ അനുഭവം ഒക്കെ ഞാൻ ഈ പറഞ്ഞില്ലേ, കൈക്കൂലി കൊടുത്ത കേസ് കളയുന്ന നമ്മളാരും അറിയാത്ത ലോകമുള്ള കോടതിയും കേസൊക്കെയാണ് ഈ ഇരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ.
ഇതിനകത്തുനിന്നൊന്നും നിങ്ങൾ നീതിയൊന്നും പ്രതീക്ഷിച്ച് വെറുതെ നിങ്ങളുടെ കാശ് കളയാമെന്നുള്ളതല്ലാതെ ആദ്യത്തെ ദിവസത്തെ വിധി മജിസ്ട്രേറ്റ് കോടതിയിലുള്ള വിധി കവിഞ്ഞ് വിധി ലോകത്തില്ല, എല്ലാം കേട്ടത് അവിടെയാണ്. അതിൻ്റെ മേടിലുള്ള നിയമപരമായ ഡിസ്കഷൻ മാത്രമാണ് ഈ മേപ്പോട്ട്. പിന്നെ കൈക്കൂലി മാത്രമാണ്, അല്ലാതെ വേറെ ഒരു നിർണ്ണയനവും ഇല്ല. സുപ്രീം കോടതി വരെ കൈക്കൂലി മാത്രമാണ്, അല്ല വേറെ യാതൊരു സാധനം. ഇത് നമ്മൾ അങ്ങനെ അറിയണം. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഞാൻ വിചാരിച്ചിരുന്ന പണ്ട് സംശുദ്ധ ഭരണം നേരെ നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് അഴിമതി ഇല്ലാത്ത ആളുകളെ വിട്ടു കഴിഞ്ഞാൽ നേരെയാകുമെന്ന്. അത് ഞാൻ പറയാൻ ഇത്രയേ ഉള്ളൂ, ഭരണമാണ് മോശം, അല്ല സംശുദ്ധ ഭരണമില്ല, നല്ല രാജാവില്ല, നല്ല വെടിയില്ല. ഞാനും താനും നല്ല ആളുകളും ചീത്ത ആളും വെടിവെച്ചാലും മറ്റൊഞ്ചാവും. ഇതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നന്നാക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏച്ച് വെച്ച് ചെയ്യുന്ന പണികളല്ലാതെ അതിൻ്റെ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയതാണ്. ഒരു 3-4 കൊല്ലം ഓടി, അത് കഴിഞ്ഞപ്പോൾ അങ്ങ് നിന്നുപോയെന്ന് പറയുന്നത് അത് തകർത്ത് കളയാൻ അറിയുന്നവരുടെ സിസ്റ്റമാണ് ഇരിക്കുന്നത്. ഇതിന് പകരം ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് സ്കൂള്, പോലീസ് സ്റ്റേഷന് പകരം, കോടതിക്ക് പകരം, ഈ വലിയ ചികിത്സാ കേന്ദ്രങ്ങൾക്ക് പകരം ഇത്ര എണ്ണം പഞ്ചായത്തിൻ്റെ കീഴിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനൊക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഇനി ആ സ്ഥാപനം എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ആലോചിക്കാം. സ്കൂളൊക്കെ എനിക്ക് നന്നായിട്ട് പറയാനറിയാം, ചെയ്യാനും അറിയാം. പക്ഷെ അങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് പഞ്ചായത്തിൻ്റെ മുന്നിലല്ലാതെ പേഴ്സണലായിട്ട് നമ്മളെല്ലാവരും സ്കൂളോ ഇതൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ കുറച്ച് പരമാവധി വിശ്വഭാരതി പോലുള്ളൊരു സ്ഥാപനം ഉണ്ടായി ചത്തുപോകും. പിന്നെ ഋഷിവാലി സ്കൂൾ പോലെ ജെ കൃഷ്ണമൂർത്തി ആരംഭിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ പണക്കാർ മാത്രം പഠിക്കുന്ന സ്കൂളുകളാണ്. അല്ലെങ്കിൽ മേരി റോയി ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂള്. അതൊക്കെ ഈ ബാക്കിയുള്ളതിനോട് ചേർന്ന് പോകും എന്നുള്ളതല്ലാതെ നമ്മൾ ഈ പറയുന്ന സംഭവം നടക്കത്തില്ല. ഞാൻ വ്യക്തിപരമായിട്ട് സ്കൂളുണ്ടാക്കാനോ ഇതൊക്കെ ഉണ്ടാക്കാനോ അറിഞ്ഞുകൂടാത്തതൊന്നുമല്ല. ഇത് ഈ സമാന്തരമായി ഇത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന പൗരബോധ നിർമ്മാണം നടക്കത്തുള്ളൂ. പൗരന്മാരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിന് മാറ്റാനൊക്കത്തുള്ളൂ. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കേണ്ടതാണ്. പകരം ഉണ്ടാക്കേണ്ടതുണ്ട്. പകരം എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് ഞാൻ പറയുന്നത് തന്നെ വേണമെന്നൊന്നുമല്ല, വേറെയൊക്കെ ആലോചിക്കും. അത് ആലോചിക്കണമെന്ന് പറയണം മാത്രമാണ് വന്നത്.